ചേരുകയാണ്. രഞ്ജിത്ത്, നമ്മളുടെ വലിയ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആയിരുന്നു ഇന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്നുള്ളത്. VS രഞ്ജിത്തിലൂടെ അത് ഈ വാർത്ത മലയാളി സമൂഹം കേൾക്കുന്നു. അങ്ങനെ രാജീവ് അല്ലെ, കെ സുരേന്ദ്രന് ശേഷം രാജീവ് ചന്ദ്രശേഖർ. റോഷ്നി, കെ സുരേന്ദ്രൻ തുടരും എന്നൊരു അഭ്യൂഹം നിലനിന്നിരുന്നു. പക്ഷേ 5 വർഷം പൂർത്തിയായ പ്രസിഡന്റുമാർ തുടരേണ്ടതില്ല എന്നുള്ള സർക്കുലർ പോലും വന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ മാറുമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഒടുവിൽ കെ സുരേന്ദ്രൻ തുടർന്നേക്കാം എന്നുള്ള അഭ്യൂഹം വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നിലനിന്നിരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ സാഹചര്യത്തിൽ ഒരു പുനഃസംഘടന ആവശ്യമില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന മുൻനിർത്തിയാണ് അത്തരത്തിലൊരു അഭ്യൂഹം ഉണ്ടായിരുന്നത്. പക്ഷേ 5 വർഷം പൂർത്തിയായ പ്രസിഡന്റുമാർ തുടരേണ്ടതില്ല, JP നദ്ദ ഒഴിയുമ്പോൾ JP നദ്ദയ്ക്കൊപ്പം 5 വർഷം പൂർത്തിയാവുന്ന എല്ലാവരും ഒഴിയട്ടെ എന്നൊരു തീരുമാനമെത്തുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ ഒഴിയുന്നു. പക്ഷേ വലിയ ആശങ്കയുണ്ടായിരുന്നത് കെ സുരേന്ദ്രൻ ഒഴിയുമ്പോൾ ആരായിരിക്കും BJPയുടെ മുഖമായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയിൽ പ്രസിഡന്റ് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ MT രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും V മുരളീധരൻ തിരിച്ചു വരുമെന്നുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് പ്രാമുഖ്യം എന്ന് റിപ്പോർട്ടർ TV ജനുവരി 3-ാം തീയതി തന്നെ പറഞ്ഞിരുന്നു. കാരണം അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരെ വിളിക്കുകയും രാജീവ് ചന്ദ്രശേഖരുമായി ചർച്ച നടത്തുകയും രാജീവ് ചന്ദ്രശേഖരനോട് പ്രസിഡന്റ് ആവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു ആശങ്കയുണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖരന് താരതമ്യേന കേരളത്തിൽ രാഷ്ട്രീയ പരിചയം കുറവാണ്, സംഘടനാ തലത്തിലുള്ള പരിചയം കുറവാണ്. ആ പരിചയക്കുറവ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ താല്പര്യമില്ല എന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും അമിത്ഷായുടെ ഭാഗത്തു നിന്നുമൊക്കെ തുടർച്ചയായി ഉണ്ടായ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം പ്രസിഡന്റായി വരുമ്പോൾ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള ഒരു പ്രസിഡന്റ് വരും എന്നുള്ളതാണ്. കേരളത്തിലെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത് നേതാക്കന്മാരുടെ ഗ്രൂപ്പിസമാണെന്നും അതീതമായി ഒരാൾ വരണം എന്നുള്ള പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം ഈ സംഘടനാ തലത്തിൽ പക്ക BJP അല്ലാത്ത ആളുകൾ മത്സരിക്കുമ്പോൾ, ഉദാഹരണത്തിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോഴൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അത് പാർട്ടിയിൽ പുറത്തുനിന്ന് മത്സരിക്കുമ്പോഴാണ്. അത്തരത്തിലൊരു പ്രതിച്ഛായ വേണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. വലിയ ടെക്നോക്രാറ്റാണ്. കർണാടക ബേസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. കർണാടകയിൽ നിന്ന് രാജ്യസഭാ MP ആയിരുന്നു, കർണാടകയിൽ നിന്ന് ലോക്സഭാ MP ആയിരുന്നു. അതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പരിചയമുള്ള അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്ക് പറിച്ചു നടന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് ശശി തരൂരിനോട് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് വീടെടുത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ആറ്റുകാൽ പൊങ്കാല സമയത്ത് അദ്ദേഹം ആ സ്ത്രീകൾക്കിടയിൽ അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ സജീവമാകുന്ന ലക്ഷണങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിന് ലക്ഷ്യമെന്ന് കരുതിയിരുന്നു. അതല്ല, കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷനാവാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ഫോളോവേഴ്സ് ഉള്ള, രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരായി ആളുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ടീമായി ആരൊക്കെ അംഗീകരിക്കും, അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് അദ്ദേഹം ആരൊക്കെ നിയോഗിക്കും എന്നുള്ളതാണ്. ഒരു പ്രസിഡന്റ് പുതുതായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ ആ പ്രസിഡന്റിന് വേണമെങ്കിൽ അവിടെ ഏകദേശം ഒരു 80% ഒരു പുനഃസംഘടന ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ പുനഃസംഘടിപ്പിക്കുമ്പോൾ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ പുതിയ ടീമിലേക്ക് വരും, പഴയ നേതൃത്വത്തിൽ ആരെയൊക്കെ നിലനിർത്തും എന്നീ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ പരിഗണനാ പട്ടികയുണ്ടായിരുന്ന MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ ആളുകൾ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പുതിയ മുഖം, ഒരു യുവമുഖം, ഒരു ടെക്നോക്രാറ്റിൻ്റെ മുഖം, ഒരു പ്രതിച്ഛായുള്ള നേതാവിൻ്റെ മുഖം BJPക്ക് ഗുണം ചെയ്യുമെന്ന് BJP കേന്ദ്ര നേതൃത്വം കരുതുമ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ഇവിടെയുള്ള ഗ്രൂപ്പ് പൊളിറ്റിക്സിനെ മാനേജ് ചെയ്യുക, ആ ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരെ അദ്ദേഹം എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. MT രമേശിനെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലെ മുതിർന്ന നേതാക്കളെ മറികടന്നുകൊണ്ട് കെ സുരേന്ദ്രൻ പോലും അദ്ദേഹം തുടരാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കെ സുരേന്ദ്രനെയും MT രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ
ഒക്കെ മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ നേതാക്കന്മാരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാവും, ഈ നേതാക്കന്മാരെ എങ്ങനെ അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 11 മണിക്ക് കോർ കമ്മിറ്റി തുടങ്ങുന്നു. 11:10 നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കോർ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോർ കമ്മിറ്റിക്ക് അകത്തുള്ള ഈ വിവരം നമ്മൾ പുറത്തറിയിക്കുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിച്ച ഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള മുറുമുറുപ്പുകളും ഇല്ലാതെ ഐക്യകണ്ഠ്യേന സമവായത്തിലെത്തിയാണ് ആ പേര് ആ കോർ കമ്മിറ്റി യോഗം അംഗീകരിച്ചത്. യെസ്, ഈ വാർത്ത, ഈ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.